ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നെന്താ പരിപാടി എന്ന് വെച്ചാൽ, എൻ്റെ കൂടെയുള്ള മറ്റൊരു മരുമകളുണ്ട്, നിസാന. അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ വൈഫ്. അപ്പോൾ അവൾ ഞാനിന്ന് ഹോസ്പിറ്റലിൽ വന്ന് കയറിയപ്പോൾ പറയുകയാണ്, കൊയ്ബി എനിക്ക് ബൺ മസ്ക തിന്നാനൊരാഗ്രഹം. അപ്പോൾ ഞാൻ പറഞ്ഞ ബൺ മസ്കയും ഇറാനി ചായയും അതാണ് അതിൻ്റെ കോമ്പിനേഷൻ, അപ്പോൾ അത് മതിയോ എന്ന് ചോദിച്ചോ. അത് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ സംഭവം സാധനങ്ങളൊക്കെ ഇവിടെ ഞങ്ങൾ ഇന്നലെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, മാർക്കറ്റിൽ പോയപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാൻ നമ്മുടെ നിസാനയെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഗൈസ് നമ്മുടെ നിസാന. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മളിന്ന് ഇറാനി ചായയും ബൺ മസ്കയും ഉണ്ടാക്കാൻ പോവുകയാണ്. നമുക്ക് അടുപ്പിലേക്ക് പാല് വെച്ച് കൊടുക്കാം. നമ്മൾ പാല് വെച്ചു. രണ്ടാം ഘട്ടം നമുക്ക് ബണ്ണുണ്ടാക്കണം അല്ലേ. ബണ്ണുണ്ടാക്കിയിട്ടുണ്ട്, ഇതിലേക്കുള്ള ഫില്ലിങ്സ് നിറച്ച് കൊടുക്കാം അല്ലേ. അപ്പോൾ നമ്മൾ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പിലേക്ക് പാല് വെച്ച് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ബൺ റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റൂം ടെമ്പറേച്ചർ വെച്ചിട്ടുള്ള ഇതെന്താണ് ബട്ടർ എടുത്തിരിക്കുകയാണ്. പകുതി ഇട്ട് കൊടുക്കാം. മതിയല്ലേ? എത്ര ആൾക്കാരുണ്ട്? 4-5. കുറച്ച് കൂടിയിട്ടു. ഇതിലേക്ക് കണ്ടൻസ് മിൽക്കും കൂടി ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂട്ടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മുടെ അടുത്ത് ബീറ്ററില്ല. എൻ്റെ കൂടെയുള്ള ഇയാളുടെ നാട് അമേനിയിലും ഞാൻ കടമത്തുകാരുമാണ്. പക്ഷെ ഒരു വീട്ടിലെ മരുമക്കളാണ് നമ്മൾ. എപ്പോഴും എത്താറില്ല, ഇടയ്ക്കൊക്കെ ഇങ്ങനെ എത്താറുള്ളൂ. അങ്ങനെ അവളെ എന്നോടൊരു കാര്യം ആദ്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പം മൂത്ത മരുമകളായ ഞാൻ അത് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അതൊരു കുറവല്ലേ. അങ്ങനെ നമ്മുടെ ബണ്ണൊക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും കൊടുത്തിട്ട് വരട്ടെ. അപ്പോൾ ഗൈസ്, നമ്മുടെ ബൺ മസ്ക ഉണ്ടാക്കി നമ്മൾ നിസാനയെ തീറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ തിന്നത് വീഡിയോ എടുക്കാൻ മറന്നുപോയി, പറയാതെ വയ്യ. ഹോസ്പിറ്റലിൽ വന്ന വിശേഷം ബാപ്പയോടും ഉമ്മയോടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആക്ച്വലി അറിയാതെ അത് തിന്നുപോയി. പിന്നീട് മനസ്സിലാവുന്നത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയല്ലോ എന്ന് പഠിച്ചോനേന്ന്. അങ്ങനെ നമ്മുടെ ഇയാളെ നമുക്ക് ഇരയാക്കാൻ കിട്ടിയിട്ടുണ്ട് ഗൈസ്. പറയൂ, എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടെന്ന് അവൾ പറഞ്ഞു. അത് അവളുടെ ഭാഗ്യം, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞത്. കാരണം ഇല്ലെന്ന് പറഞ്ഞാൽ അടുത്ത ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കൂല. അടുത്ത ഐറ്റംസ് എന്താണ് എനിക്ക് വേണ്ടേ? പറ. പേരറിയത്തില്ല ഇവൾക്ക്. ഇവൾ എന്തോ ഒന്ന് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു എവിടെയോ ഒരു വീഡിയോ നോക്കിയിട്ട്. അപ്പോൾ എന്തായാലും അത് നമ്മൾ റെഡിയാക്കുമ്പോൾ അതിൻ്റെ പേര് ഞാൻ നോക്കി കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് പറയാം. എന്തായാലും ഇതെങ്ങനെയുണ്ട്? പൊളി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വരാം. അതുവരേക്കും ബൈ.